തമിഴ്നാട്ടിൽ ബി.ജെ.പിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അണ്ണാമലൈ ഒഴിവാകുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായിരിക്കും ഇതിന് കാരണം? എന്തായാലും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളവും ബി.ജെ.പി അനുഭാവികളെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ശ്രദ്ധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും വലിയ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ബി.ജെ.പിയെ കുറിച്ച് പുറത്തറിഞ്ഞു തുടങ്ങിയത് എന്തായാലും ഈ അണ്ണാമലയുടെ വരവോട് കൂടിയാണ്. പണ്ട് അവിടെ നേതാക്കളെല്ലാം ഉണ്ട്, പൊൻ രാധാകൃഷ്ണൻ അടക്കമുള്ള രാജ്യ അടക്കമുള്ള നേതാക്കളെല്ലാം ഉണ്ടെങ്കിലും ഒരു അഗ്രസീവ് സ്വഭാവമായി അവിടെ സമരങ്ങൾ നയിക്കുക, ആ രീതിയിലേക്കെല്ലാം ബി.ജെ.പി അവിടെ എത്തിച്ചത് അണ്ണാമലയാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം തന്നെ അറിയാം. അദ്ദേഹം ഒരു IPS ഉദ്യോഗസ്ഥനായിരുന്നു. IPS ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു ജനകീയനായി മാറുന്നു. ഇവിടെ നാം കണ്ടിട്ടുണ്ടല്ലോ, ഒരു ഋഷിരാജ് സിംഗും യതീഷ് ചന്ദ്ര ഉൾപ്പെടെയുള്ളവരെല്ലാം വലിയ ജനകീയ IPS ഉദ്യോഗസ്ഥരായി മാറുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു കർണാടകയിൽ ഇദ്ദേഹം ഈ IPS ജോലി നോക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ ജനകീയനായി മാറുകയും സിംഗം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്ത അദ്ദേഹം പിന്നീട് ഒരു കാലഘട്ടത്തിൽ ആ സ്ഥാനം രാജിവെക്കുകയാണ്. ആ രാജിവെച്ച ശേഷം എല്ലാവരും കരുതിയിരുന്നു ഇദ്ദേഹം ഇനി എങ്ങോട്ടായിരിക്കും പോകുന്നത് എന്ന് നോക്കുമ്പോഴാണ് തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം നാട്ടിലേക്ക് കർഷകനായി പോവുകയാണ്. ഞാൻ നാട്ടിൽ പോയി, ഞാൻ ഒരു സാധാരണക്കാരനാണ്, അതോടൊപ്പം തന്നെ അമ്മയോടും അച്ഛനോടും ചേർന്ന് കൃഷി ചെയ്യാനാണ് തീരുമാനമാണെന്ന് പറഞ്ഞ ശേഷമായിരുന്നു ഒരു വർഷത്തിനിടയിൽ തന്നെ അദ്ദേഹം ബി.ജെ.പിയിൽ അപ്രതീക്ഷിതമായി ചേരുന്നു. പിന്നീട് മത്സരിക്കുന്നു. മത്സരശേഷം വീണ്ടും അദ്ദേഹം ബി.ജെ.പിയുടെ പ്രസിഡന്റായി വരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങളും ഈ അത്ഭുതപ്പെടുത്തുന്നതാണ്. അങ്ങനെ ബി.ജെ.പിയുടെ പ്രസിഡന്റായി വന്ന ശേഷമായിരുന്നു അപ്പോഴും എല്ലാവർക്കും സംശയം, ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചൊരു സംഭവമുണ്ടല്ലോ. കാരണം വർഷങ്ങളായി തന്നെ പ്രവർത്തിക്കുന്നവർ കേരളത്തിലുണ്ട്, പക്ഷെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖറിനെ പ്രസിഡന്റായിട്ട് കൊണ്ടുവരുന്ന ആ സംഭവത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ് അവിടെ മുതിർന്ന നേതാക്കൾ ഉള്ളപ്പോൾ തന്നെ ഈ പുതുമുഖമായ അണ്ണാമലയെ ചുമതല ഏൽപ്പിക്കുകയുണ്ടായി. അപ്പോൾ വലിയ വിമർശനം ഉയർന്നു, ഇദ്ദേഹത്തിന് എന്ത് സാധിക്കും എന്ന ചോദ്യം ഉയർന്നപ്പോഴാണ് ഇദ്ദേഹം കാണിച്ചു കൊടുത്തത്, എന്നെ കൊണ്ട് എന്ത് സാധിക്കുമെന്ന് കൃത്യമായി കാണിച്ചു കൊടുത്തു. അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ അദ്ദേഹം തമിഴ്നാട് മുഴുവൻ ഒരു യാത്ര വയ്ക്കുകയാണ്. എൻ മക്കൾ എന്നൊരു യാത്ര വെച്ച് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള തരംഗം ഉണ്ടാക്കുന്നു. അവിടുത്തെ മാധ്യമങ്ങൾ, കേരളത്തിലെ പല മാധ്യമങ്ങൾ CPM-ന്റെ കയ്യിലായിരിക്കും പോലെ തന്നെ അവിടെ മാധ്യമങ്ങൾ മുഴുവൻ DMK-യുടെ കയ്യിലാണ്. അത് നമുക്കറിയാമല്ലോ, സൺ TV ഉൾപ്പെടെയുള്ള സിനിമാ മേഖല ഉൾപ്പെടെ DMK-യുടെ ഉദയനിധി സ്റ്റാലിൻ്റെ കയ്യിലിരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ ഉണ്ടല്ലോ. അങ്ങനെ എല്ലാ മേഖല അവരുടെ കയ്യിൽ വെച്ചിരിക്കുമ്പോഴാണ് ആ മാധ്യമങ്ങൾ പോലും ഇദ്ദേഹത്തിൻ്റെ വാർത്ത നൽകാൻ അന്ന് തയ്യാറായില്ല. പിന്നീട് ജനങ്ങൾക്കിടയിൽ അദ്ദേഹം നിരന്തരം പ്രവർത്തിച്ച ഫലമായി ഈ യാത്ര ഉൾപ്പെടെ വാർത്തയാകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയാനുള്ളത് ഈ DMK ഫൈൽസ് എന്ന രീതിയിൽ അദ്ദേഹം പല അഴിമതി കഥകളും പുറത്തുവിടുന്ന സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ പാർട്ടി ഒരു അടിത്തറ ഉണ്ടാക്കിയ നേതാവാണ് അണ്ണാമലൈ അടിത്തറ ഉണ്ടാക്കിയ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇദ്ദേഹം നിരന്തര അഴിമതിക്കെതിരെ സംസാരിക്കുന്നു. അങ്ങനെയാണ് കൂടെ ഉള്ള സഖ്യകക്ഷിയായിരുന്നു അണ്ണാ DMK നമുക്കറിയാമല്ലോ, ജയലളിതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടി പണ്ട് ജയലളിത അഴിമതിയുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അവസരം കിട്ടുമ്പോൾ അദ്ദേഹം അഴിമതിക്കെതിരെ സംസാരിക്കുമ്പോൾ, ഒരു നിഷ്പക്ഷനായി സംസാരിക്കുമ്പോൾ അണ്ണാ DMK ഒഴിവാക്കാൻ കഴിയില്ല. അദ്ദേഹം അണ്ണാ DMKയും വിമർശിക്കും, സ്വന്തം സഖ്യകക്ഷി തന്നെ വിമർശിക്കും. പക്ഷെ ആ സഖ്യകക്ഷിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അവർ പിന്നെ അണ്ണാമലയെ മാറ്റണമെന്ന് പലതവണ ആവശ്യപ്പെട്ടു. പക്ഷേ അമിത്ഷായ്ക്കും മോദിക്കുമെന്ന് അദ്ദേഹത്തെ അങ്ങനെ വെറുതെ ഉപേക്ഷിക്കാൻ കഴിയില്ല. തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ പാർട്ടിക്ക് സ്വാധീനമുണ്ടാക്കി കൊടുത്ത ഒരു നേതാവിനെ ഇങ്ങനെ ഒരു സഖ്യകക്ഷി വിമർശിച്ചെന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തു കളയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അവർ തീരുമാനിച്ചു, ആ പാർട്ടി സഖ്യകക്ഷി പോകുന്നെങ്കിൽ പോകട്ടെ, അണ്ണാമലയോടൊപ്പം ഉറച്ചു നിൽക്കാമെന്ന തീരുമാനത്തിലെത്തി. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സർവേ ഫലങ്ങളിൽ ബി.ജെ.പി 5-ലധികം സീറ്റുകൾ നേടുമെന്ന് പല സർവേകൾ സൂചിപ്പിക്കുമ്പോഴും അവസാന ഘട്ടം വരുമ്പോൾ ബി.ജെ.പി മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 3% നിന്ന് 11%-ലധികമായി അവിടെ 13%-ലധികമായി അവിടെ വോട്ട് വർധന ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സീറ്റുകൾ നേടാൻ കഴിഞ്ഞിട്ടില്ല. ഒരു രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സീറ്റുകൾ നേടണമെന്നാണല്ലോ. വർഷങ്ങളായി തന്നെ കേരളത്തിലെ അവസ്ഥയും അങ്ങനെയാണ്. ബി.ജെ.പിക്ക് വലിയ രീതിയിൽ വളർച്ചയുണ്ട്, വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടും ഈ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ആരാണ് ഒരു വോട്ടിലായാലും ജയിക്കുന്നവർക്കാണ് പ്രാധാന്യം. ഇത്തവണ തൃശ്ശൂരിൽ ജയിച്ചു, അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ആ പാർട്ടിക്ക് ഇപ്പോൾ വലിയ രീതിയിൽ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് എന്നത്. കാരണം മുൻ വർഷങ്ങളിൽ വോട്ട് വർദ്ധിച്ചെന്ന് പറഞ്ഞ ആരും അത് പരിഗണിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ലല്ലോ. അതിന് സമാനമായി തന്നെ അവിടെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചെങ്കിലും ഈ വിജയം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ബി.ജെ.പി ലക്ഷ്യമിടുന്നത് എങ്ങനെയെങ്കിലും
അതോടൊപ്പം തന്നെ സ്റ്റാലിൻ വലിയ രീതിയിൽ തലവേദനയായി മാറിയിട്ടുണ്ട്. BJPക്ക് ആരെങ്കിലും തലവേദനയായി മാറുമ്പോൾ BJP അദ്ദേഹത്തെ ലക്ഷ്യമിടുകയും എങ്ങനെയെങ്കിലും ആ പാർട്ടിയെ പരാജയപ്പെടുത്തുക എന്നാണ്. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയും BJP തയ്യാറാണ്. അത് നാം കെജ്രിവാളിൻ്റെ കണ്ടിട്ടുണ്ട്, ഡൽഹിയിൽ കണ്ടതാണ്. പിന്നീട് നാം കുറച്ച് നാൾ മുൻപ് TDP ആയിരുന്നു, ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിൽ ഈ മൂന്നാം മുന്നണി രൂപീകരിക്കുന്നു, BJP തോൽപ്പിക്കും, മോദിയെ തോൽപ്പിക്കും എന്നെല്ലാം പറഞ്ഞു നിൽക്കുമ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ BJP ഇറങ്ങി തിരിച്ചു. പക്ഷേ അയാൾ പിന്നീട് തെറ്റിദ്ധരുത്തിയപ്പോൾ അയാളോടൊപ്പം നിന്ന് BJP ഇപ്പോൾ അവിടെ ഭരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് സമാനമായി തന്നെയാണ് ഇപ്പോൾ സ്റ്റാലിൻ്റെ അവസ്ഥയും. സ്റ്റാലിൻ BJPക്ക് വലിയ തലവേദന ഇറങ്ങുന്നുണ്ട്. അത് ഈ ഹിന്ദിയുമായി ബന്ധപ്പെട്ടും പിന്നീട് ഈ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ വലിയ രീതിയിൽ തലവേദനയാവുമ്പോഴാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ എന്ത് വഴിയെന്ന് നോക്കുമ്പോഴാണ് പല സർവേകളും പുറത്തു വരുന്നത്. BJP അണ്ണാ DMKയുമായി മത്സരിച്ചാൽ, സഖ്യമായി മത്സരിച്ചാൽ തമിഴ്നാട്ടിൽ ഒരു അത്ഭുതം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ വേണ്ടി വന്നാൽ DMK പരാജയപ്പെടുത്താനുള്ള സാധ്യത തന്നെയുണ്ട്. കാരണം പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ വിജയുടെ അവിടെ ഒരു റോളുണ്ടല്ലോ. വിജയ് ഇപ്പോൾ പ്രധാനമായ എതിരാളിയായി കാണുന്ന DMKയാണ്. DMK തകർത്ത് മുന്നേറുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിലൂടെ തന്നെ DMKയുടെ വോട്ടുകൾ വിജയിലേക്ക് ചിതറിപ്പോയാൽ ഈ BJPയും അണ്ണാ DMKയുമായുള്ള സഖ്യത്തിന് അവിടെ അധികാരത്തിൽ വരാമെന്ന ഒരു സ്വപ്നമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ BJPയുടെ നേതൃത്വം എങ്ങനെയെങ്കിലും അണ്ണാ DMK തങ്ങളുടെ സഖ്യകക്ഷിയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ 2 ദിവസം മുൻപ് ഡൽഹിയിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു. അവിടുത്തെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയും അണ്ണാ DMKയുടെ നേതാവുമായ എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ 2.5 മണിക്കൂറിലധികം അമിത്ഷായുമായി സംസാരിച്ചിരുന്നു. പക്ഷേ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അണ്ണാമലയെ മാറ്റുക, അണ്ണാമലയെ ഒഴിവാക്കിയാൽ മാത്രമേ തമിഴ്നാട്ടിൽ ഈ സഖ്യവുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ആവശ്യം ഉന്നയിച്ചപ്പോഴും പലരും പ്രതീക്ഷിച്ചത്, ഞാൻ തുടക്കം സൂചിപ്പിച്ചത് തന്നെ, ഇത്രയും ജനകീയനായ നേതാവ്, യുവാക്കൾക്കിടയിൽ സ്വാധീനമുള്ള, വിദ്യാഭ്യാസമുള്ള, IPSകാരനായ, അത്രയും ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കി സമരത്തിൽ ഇറക്കാൻ കഴിയുന്ന ഒരു നേതാവ്, വോട്ട് വർദ്ധിപ്പിച്ച നേതാവ്, അങ്ങനെ ഒരു നേതാവിനെ മാറ്റാൻ എന്തായാലും BJP തയ്യാറാകില്ലെന്നായിരുന്നു എല്ലാ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അതിൽ നിന്നും എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് BJP അവസാന തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയെങ്കിലും അവിടെ നിന്നും സ്റ്റാലിനെ ഒഴിവാക്കുക. സ്റ്റാലിൻ സർക്കാർ മോദിക്ക് ഉൾപ്പെടെ ഈ NDA സർക്കാരിനുൾപ്പെടെ വലിയ പ്രതിസന്ധിയാക്കുകയാണ്. മറ്റൊരു കാര്യം തന്നെ നാം വാർത്തകൾ ശ്രദ്ധിച്ചറിയാം. ഈ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടല്ലേ ഇന്ത്യ മുന്നണിയെ നയിക്കാൻ രാഹുൽ ഗാന്ധിയെ കാണാനില്ല. അദ്ദേഹം എവിടെയാണ്? അദ്ദേഹത്തെ കുറിച്ച് ഒരു വിവരമില്ലാതിരിക്കുമ്പോഴാണ് സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ഒരു 14-ലധികം പാർട്ടികൾ ഈ ചെന്നൈയിൽ കൂടുകയും അതിൽ പങ്കെടുത്ത പല മുഖ്യമന്ത്രിമാരും പങ്കെടുത്തിട്ടുണ്ട്. പിണറായി വിജയനും അതോടൊപ്പം തന്നെ ഭഗവത് മാൻ, കർണാടകയിൽ നിന്നുള്ള ശിവകുമാർ, തെലങ്കാനയിൽ നിന്നുള്ള രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള പല മുഖ്യമന്ത്രിമാരും പങ്കെടുത്ത് അങ്ങനെ ഒരു രാഹുൽ ഗാന്ധി ഇലക്ഷന് മുൻപ് ഒരു റോൾ വഹിച്ചിരുന്നത് ഇപ്പോൾ സ്റ്റാലിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ BJPയുടെ ആവശ്യം കൂടെയാണ് പരാജയപ്പെടുത്തുവാൻ. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറാകും. വരുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് നീങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ BJP ഇദ്ദേഹത്തെ ഈ സ്ഥാനത്ത് നിന്നും തെറിപ്പിക്കുകയാണെങ്കിൽ ആ സ്ഥാനത്തേക്ക്. എന്നിരുന്നാലും മറ്റൊരു ചോദ്യം വരുന്നത്, അണ്ണാമലയ്ക്ക് അത്രയും ജനപിന്തുണയുണ്ട്. അപ്പം ഇത്തരത്തിൽ ഈ ഒരു വോട്ട് വർധനവും അദ്ദേഹം കാരണമാണ് ഈ ഒരു BJPയുടെ ഒരു അധിനിവേശം, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഇത്രമാത്രം ജനങ്ങളിലേക്ക് ഇറങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പം ഇദ്ദേഹം ഈ ഒരു അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ എത്രത്തോളം അത് വിജയകരമായിട്ടും പോകും? സൂചിപ്പിച്ചതുപോലെ തന്നെ 5 വർഷത്തിലധികമായി അദ്ദേഹം അവിടുത്തെ ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുകയാണ്. എല്ലാ ജനകീയ വിഷയങ്ങളും ഇടപെടുകയാണ്. ഒരു സമയം നമുക്ക് തന്നെ സംശയമുണ്ടായിട്ടുണ്ട്, ജനങ്ങൾക്കിടയിൽ തന്നെ ഈ സംശയമുണ്ടായിരുന്നു. അവിടെ ഏറ്റവും കൂടുതൽ 70-ലധികം സീറ്റുകൾ നേടി അവിടെ പ്രതിപക്ഷത്തിരിക്കുന്നത് അണ്ണാ DMKയാണ്. പക്ഷെ അണ്ണാ DMKയേക്കാൾ വെറും 4 സീറ്റുള്ള BJP അവിടുത്തെ പ്രതിപക്ഷ പാർട്ടി എന്ന് തോന്നലുണ്ടാക്കുന്നു. നിരന്തരം തെരുവുകളിൽ സമരങ്ങൾ ഉണ്ടാകുന്നു, പ്രസ്താവനകൾ ഉണ്ടാകുന്നു. അങ്ങനെ അണ്ണാമല നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു നേതാവിനെ എങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് നാം ചോദ്യം ഉന്നയിക്കുമ്പോഴും BJPയുടെ ഗുണം അതാണ്. അവർക്ക് ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിൽ ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തുമെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത്. ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് അങ്ങനെ അവർക്ക് പല ഇടങ്ങളിൽ ഇവരെ ഉൾപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ കോൺഗ്രസിന് അങ്ങനെ കഴിയില്ലല്ലോ. കോൺഗ്രസിന് അധികാരമില്ല. ഇപ്പോൾ ഒരു നേതാവ് മാറിയാൽ പാർട്ടിയിൽ ചുമതല ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ മാറ്റിയാൽ അദ്ദേഹത്തെ പിന്നീട് ഒരിടത്ത് പ്ലേസ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ BJPക്ക് അങ്ങനെയല്ല. കൃത്യമായി തന്നെ പ്ലേസ് ചെയ്യാനുള്ള ഒരു വകുപ്പ് നിലവിലുണ്ട്. അവിടുത്തെ ഇപ്പോൾ L. മുരുകനാണ് അവിടുത്തെ കേന്ദ്രമന്ത്രി. അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ L. മുരുകനെ തിരികെ കൊണ്ടുവരാം.
അണ്ണാമലയെ കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം. അതുകൊണ്ട് എന്തായാലും ജനങ്ങളെ വിഷമിപ്പിക്കാൻ ആരും എന്തായാലും BJP ശ്രമിക്കില്ല. BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെയാണ് സൗത്ത് പിടിക്കുക എന്നത്. എന്തായാലും കർണാടക അവരുടെ കയ്യിലുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ തെലങ്കാനയിൽ അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലും ഒരു സീറ്റ് നേടിയിട്ടുണ്ട്. ഇനി അവർ പ്രധാനമായി ലക്ഷ്യമിടുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട് പിടിക്കാനുള്ള ശ്രമങ്ങളാണ്. സഖ്യത്തിന് വേണ്ടി അവർ വിട്ടുവീഴ്ച ചെയ്യും. പക്ഷേ അണ്ണാമല എന്ന മികച്ച നേതാവിനെ അവർക്ക് ഒഴിവാക്കാനും കഴിയില്ല. ഈ സംസ്ഥാന അധ്യക്ഷനെ മാറ്റി ഒരു കേന്ദ്രമന്ത്രി ചുമതലകൾ കിട്ടുമ്പോൾ അതിനേക്കാൾ അദ്ദേഹത്തിന് പവർ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതെന്തായാലും BJP ആ ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ BJP പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.